മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ ദൈവവേലക്കാർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ ഇന്ന് ഓരോ സമയത്തും ഓരോ ദിവസവും ലഭിക്കുകയാണ്. നാം ഭാഗ്യശാലികളാണ്. ഇന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബന്ധനങ്ങളെല്ലാം ഒന്ന് അഴിയണം. ബന്ധനം അഴിയും, കെട്ടുകൾ അഴിയും. ആരാധനയെങ്കിൽ ആരാധന, ഉള്ളിൽ നിന്ന് സ്തുതി വരിക, സ്തോത്രം വരിക, ഹല്ലേലൂയ വരിക. ഞാൻ യാക്കോബായ സഭയിൽ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ഇവിടെ നമുക്ക് സഭാഭേദമില്ല. വിവിധ സഭകളിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലുള്ളവരുണ്ട്, മാർത്തോമ സഭയിലുള്ളവരുണ്ട്, CSI സഭ, ഇവാഞ്ചലിക്കൽ സഭ, അങ്ങനെ വിവിധ സഭകളിലുള്ള കത്തോലിക്ക സഭയിലുള്ളവരുണ്ട്. വിവിധ സഭയിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നു. ഒരിക്കലും സഭ മാറരുതെന്നും അവരവർ നിൽക്കുന്ന സഭയിൽ നിൽക്കണമെന്നുമാണ് നാം പഠിപ്പിക്കുന്നത്. തുടരെ നാം അങ്ങനെ പറയുന്നു. അത് വ്യക്തമായൊരു ബോധ്യത്തോടെയാണ് പറയുന്നത്. ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. യേശുവിനെ നോക്കാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ കടന്നുപോയാലും ഈ കൂട്ടായ്മ കർത്താവിന് രണ്ടാമത്തെ ഒരു നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും നോക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രം. രക്ഷകൻ ഒരുവൻ മാത്രം, രക്ഷിക്കുന്നവൻ ഒരുവൻ മാത്രം, ബന്ധനമഴിക്കുന്നവൻ ഒരുവൻ മാത്രം, കെട്ടുകളെ പൊട്ടിക്കുന്നവൻ ഒരുവൻ മാത്രം, രോഗം മാറ്റുന്നവൻ ഒരുവൻ മാത്രം. രോഗം മാറും, ക്ഷീണം മാറും. നിങ്ങൾ ആരെങ്കിലും ക്ഷീണിച്ചു വന്നിരിക്കുന്നുണ്ടോ? ക്ഷീണം, ആത്മാവിലുള്ള ക്ഷീണമുണ്ട്, ശരീരത്തിലുള്ള ക്ഷീണമുണ്ട്. ചില ദിവസം കാലത്ത് എഴുന്നേക്കാൻ നോക്കുമ്പോൾ തളർന്നിരിക്കുക, പറ്റൂല, എഴുന്നേറ്റ് പോരാൻ തോന്നില്ല, ഉറക്കം മതിയായില്ലെന്ന് തോന്നും. പക്ഷെ എൻ്റെ യേശുവേ എന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ധ്യാനിക്കുകയാണ്. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിക്കുകയാണ്. ഞാൻ എന്നും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്നുകിൽ നമ്മുടെ പ്രസംഗം, അല്ലെങ്കിൽ അതുപോലെ ഭക്തരായ ദൈവദാസന്മാരുടെ പ്രസംഗം, ചില പ്രത്യേക ദൈവദാസന്മാരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗം, ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. എന്നും ആ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ ഊർജ്ജസ്വലതയാണ്. ക്ഷീണം മാറും. അത് നാം അനുഭവിക്കണം. ഇപ്പം ആരൊക്കെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്? ഇപ്പോൾ ആരെല്ലാം രോഗാതുരായി വന്നിട്ടുണ്ട്? ഈ അഴുക്ക്, അശുദ്ധി, എന്നും എന്ത് അശുദ്ധ ചിന്ത വേണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഉള്ളു മുഴുവൻ അഴുക്ക് ചിന്ത കൊണ്ട് നിറയുകയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് എങ്ങനെ ഈ അശുദ്ധ ചിന്തയിൽ നിന്നൊരു മോചനം ലഭിക്കും? ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ എനിക്കൊരു മോചനം വേണം, എൻ്റെ ഈ കെട്ടുകളൊക്കെ ഒന്ന് പൊട്ടണം, എനിക്ക് ഈ ബന്ധനമെല്ലാം അഴിയണം എന്ന് ആരെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മയങ്ങിയിരിക്കരുത്. വചനം പറയുന്ന ആളുടെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കാതെ നോക്കിയിരിക്കണം. അപ്പോഴാണ് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ സത്യമായും ഒന്ന് അത്ഭുതം നടക്കും. ഞാൻ വെറുതെ പറയുന്ന വാക്കല്ല. ഇന്ന് അനേകരുടെ രോഗം കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഇതിനോടകം പലരുടെയും രോഗം മാറിക്കാണും തീർച്ചയായിട്ടും. നിങ്ങൾ വേറെ ഒരു മനുഷ്യനെയും ഒരിക്കലും കാണരുത്, ആരെ ആശ്രയിക്കുകയും ചെയ്യരുത്. ഹൃദയത്തിൽ ഇതെല്ലാം ഹൃദയപ്പലകയിൽ എഴുതിയിടണം. ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സത്യമായും ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടെന്ന്? വാസ്തവമായും ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടോ? പക്ഷെ പലർക്കും എന്താണ്? ആ വ്യക്തമായ അനുഭവമില്ല. തഴമ്പിച്ചിരിക്കുകയാണ്. മാന്യത, മയക്കം വരികയാണ്. പിശാച് ഉള്ളിലുണ്ടെന്ന് ഓർത്തോളണം. ജീവനുള്ള ദൈവം എന്താണ് നോക്കുന്നത്? ഉള്ളു നോക്കുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഈ ഒരു സത്യം അറിഞ്ഞാൽ പിന്നെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. പ്രസംഗിക്കുമ്പോൾ പ്രസംഗം നല്ലതാണെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചോ? നിങ്ങളുടെ പ്രസംഗം ഒരു ഗുണവും ചെയ്യില്ല, എൻ്റെ ഒട്ടും ചെയ്യില്ല. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ വളരെ നല്ല അനുഗ്രഹപ്രദമായിട്ട് പറയാൻ കഴിയണം.
കാണാതെ പഠിച്ചുകൊണ്ട് വല്ലതും എഴുതിക്കൊണ്ട് വന്ന് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ആരും ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് പറയണില്ല. ഇല്ല, സാധിക്കില്ല. ജീവിതത്തിൻ്റെ അനുഭവം, ഹൃദയം കാണുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഉത്സവത്തെക്കുറിച്ച് നാം കേട്ടല്ലോ, ഉത്സവ വസ്ത്രത്തെക്കുറിച്ച്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹമില്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. ദാഹം വേണം. എന്തൊരു ദാഹം വേണം? എൻ്റെ രോഗം ഒന്ന് മാറണം, എൻ്റെ പാപം മാറണം, എൻ്റെ പൈസയുടെ ഞെരുക്കം മാറണം, എൻ്റെ അഴുക്ക് ചിന്തകൾ മാറണം, എൻ്റെ വൈരാഗ്യം മാറണം, എൻ്റെ ഇഷ്ടക്കുറവുകൾ മാറണം, എൻ്റെ മുഷ്ടികൾ മാറണം. ഇതെല്ലാം കർത്താവ് മാറ്റി തരുമെന്നാണ് പറഞ്ഞത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? സത്യമായും ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഉള്ളത്തിലൊന്ന് നോക്കിയ, വാസ്തവമായും അങ്ങനെ വിശ്വസിക്കുന്നവരാണോ? സത്യമാണ് പ്രിയപ്പെട്ടവർ. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതിനെ തീരണേന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. തുറന്നു വായിക്കാം. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന്. കർത്താവ് വീണ്ടും എങ്ങോട്ടാണ് പോയത്? ദൈവമക്കൾ കൂടി വരുന്ന സ്ഥലത്തേക്ക്, ദൈവാലയത്തിലേക്ക്. അതികാലത്ത് ദൈവാലയത്തിലേക്ക് ചെന്നു. ഒലിവുമലയുടെ അധികം ദൂരമല്ല യെരുശലേം ദേവാലയം. അതികാലത്തെ യേശു യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ഇപ്പം ഇത്രയും മനുഷ്യരുള്ള ഒരു കൂട്ടം എന്ന് വെച്ചാൽ വലിയൊരു കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് യേശു ചെന്നു. ഇത് നിങ്ങൾ മനസ്സിൽ കാണണം. യേശു അതികാലത്ത് എഴുന്നേറ്റ് ദൈവാലയത്തിലേക്ക് ചെന്നു. പിന്നെ ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. ജനം, ധാരാളം ആളുകൾ വന്നു കൂടിയിരിക്കുന്നു. എന്നാൽ ജനമൊക്കെയും യേശുവിൻ്റെ അടുക്കൽ വന്നു. പറഞ്ഞു, വായിച്ചോ. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ. യേശുവോട് ഇരുന്നു, നിന്നല്ല പ്രസംഗിക്കുന്നത്. ഇരുന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ധാരാളം ആളുകൾ ഇരിക്കുന്നു, യേശു അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ജനത്തോട് ഉപദേശിക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ഒരു സംഭവം, ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. കേട്ടോ, ആരെയാണ് കൊണ്ടുവന്നത്? വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആരാണ് കൊണ്ടുവന്നത്? ശാസ്ത്രിമാരും പരീശന്മാരും. അവര് എല്ലാവരും കൂടെ കൂടി ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു എന്നും പറഞ്ഞ് വലിച്ചഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു കൂട്ടം ആളുകൾ, പരീശന്മാരും ശാസ്ത്രിമാരും കൂടി ഒരു പാവ സ്ത്രീയെ പിടിച്ചുകൊണ്ട് ഇടിച്ച് അങ്ങോട്ട് ആ സ്ത്രീ വലിച്ചുകൊണ്ട് വന്നെന്ന് പറയാൻ മുമ്പിൽ അവർ നടത്തിക്കൊണ്ട് വരുവാണോ? അങ്ങനെയാണോ തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നത്? അല്ല, പിടിച്ചു വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വലിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാവം, എന്തിനാണ് അവരെ പിടിക്കപ്പെട്ടത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. പുരുഷനുണ്ടോ കൂടെ? ഇല്ല. സ്ത്രീ മാത്രമാണ് വ്യഭിചാരം ചെയ്യുന്നത്? അല്ല. അവർക്ക് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. എന്തിനാണ്? താഴേക്ക് വായിക്കുമ്പോൾ അറിയാം. കർത്താവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. എന്തിനാണ്? താഴെ വായിക്കൂ. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന്. ഇത് യേശുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. എന്താണ് ചോദിച്ചത്? ആ സ്ത്രീയെ ഇങ്ങനെ പിടിച്ചു വലിച്ചിവിടെ കൊണ്ട് നിർത്തിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സകലമാന മനുഷ്യരും ആ സാധുവായ സ്ത്രീയുടെ നേരിലേക്ക് നോക്കുകയാണ്. വലിച്ചഴിച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിൽ വരുന്നുണ്ടോ? പാവം ഒരു സ്ത്രീയെ 5-6 പേര് കൂടി വലിച്ചഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, അതും വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. അന്നത്തെ ന്യായപ്രമാണപ്രകാരം, മോശയുടെ ന്യായപ്രമാണം, കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ട സ്ത്രീ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയവർ കാണും. എന്താണ് പറഞ്ഞു വരുന്നത്? ജപ്തിയാണ്. ബാങ്കിൽ നിന്ന് ജപ്തിക്കാർ വരികയാണ്. പോലീസുണ്ട്, സന്നാഹമുണ്ട്, കോടതിയിൽ നിന്നുള്ള ആളുകളുണ്ട്, അധികാരപത്രമായിട്ടാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി മാറണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ലജ്ജാകരമായ കാര്യമായിരിക്കും. ആളുകൾ അറിയുമല്ലോ എന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, സാധുവായ സ്ത്രീയെ വലിച്ചഴിച്ചുകൊണ്ട് യേശുവിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നു, അവിടെ കൊണ്ട് നിർത്തി. നേരെ കർത്താവിനോട് പറഞ്ഞു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി. സാധുവായ സ്ത്രീ കിലികിലെ വിറച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ കല്ലുകളെല്ലാം വന്ന് തുരുതുരാ കല്ലുകൾ വന്ന് വീഴുമെന്നുള്ള ഭയത്തോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാനാണ് ആ പിടിക്കപ്പെട്ട വ്യക്തി എന്നിരിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലുമാണ് പിടിക്കപ്പെട്ട വ്യക്തികളെന്നിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പാപത്തിന് ശിക്ഷയുണ്ട്. ന്യായപ്രമാണപ്രകാരം ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാം. മോശയ്ക്ക് ന്യായപ്രമാണം അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അസാധുവായ സ്ത്രീ യേശുവിന് മുമ്പിലൊന്ന് നിൽക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും നോക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അവിടെ എങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. വ്യക്തമായും കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കേക്കാണ് കൊണ്ടുവന്നത്. ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി. എല്ലാവരും അത്ഭുത സ്തബ്ധരായി നോക്കിയിരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ആ കൂട്ടത്തിലും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൂട്ടത്തിലുള്ള ആളുകളെല്ലാം, അവരുടെ ബന്ധുമിത്രാദികളും അവരുടെ വേണ്ടപ്പെട്ടവരും ആളുകളെല്ലാം ഇങ്ങനെ കണ്ണുമിഴിച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് ഇങ്ങനെ ആവലോടെ നോക്കിയിരിക്കുന്ന ആ സദസ്സിൽ പാവം ആ സ്ത്രീ ഒരു പക്ഷേ തുണിയെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞായിരിക്കും വന്ന് നിൽക്കുന്നത്. എന്നാൽ സൃഷ്ടാവ് ഒന്നും മിണ്ടുന്നില്ല. നേരെ കർത്താവ് പേരെഴുതി, ഓരോരുത്തരെയും പേരെഴുതിക്കൊണ്ട് വായിക്കൂ. അവിടെ കർത്താവ് താഴെ കുനിഞ്ഞ് നോക്കിക്കൊണ്ട്, താഴേക്ക് നോക്കിക്കൊണ്ട് പേരെഴുതുകയാണ്. ഓരോരുത്തരെയും പാപം എഴുതി വെക്കുകയാണ്. എന്നിട്ട് എന്താണ് കർത്താവ് പറഞ്ഞത്? വായിക്കൂ. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഏതാനും ചില ആളുകളുടെ പേര് വെറുതെ പറയട്ടെ. ഒരാളുടെ പേര് ജോൺ എന്നെഴുതി. ജോൺ ജനിച്ച കാലം മുതൽ ജോണിൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഓരോന്നോരോന്ന് എഴുതാനായിട്ട് കർത്താവ് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, എഴുതിപ്പയ്യെ തുടങ്ങിയോളൂ. കർത്താവ് പറഞ്ഞു, ഒന്ന് നിവർന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതവളെ കല്ലെറിയട്ടെ. നിങ്ങൾ കല്ലെറിഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. ന്യായപ്രമാണമൊക്കെ എല്ലാവരും ആചരിക്കേണ്ടതാണ്, ശരിയാണ്. പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റാരുടെയെങ്കിലും വിധിക്കുന്നവരാണോ? നാം മറ്റാരുടെയെങ്കിലും കുറ്റം കണ്ടവരുടെ കുറ്റം പറഞ്ഞ് വരുത്തുന്നവരാണോ? മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാണോ? ഇദ്ദേഹത്തിന് സാക്ഷ്യം പറയാൻ എന്താണ് യോഗ്യത? ഇയാൾക്ക് പ്രാർത്ഥിക്കാൻ എന്താണ് യോഗ്യത? ഇവരുടെ ജീവിതം എനിക്ക് അറിയാമല്ലോ. ഇവർ ഇന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവരല്ലേ? ഇന്ന പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലേ? ഇന്ന പണം മേടിച്ചിട്ട് അവർ തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നാം വിധിക്കുന്നവരാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. ആരാണ് വിധിക്കുന്നവൻ? സർവസൈന്യാധിപനായ ജീവനുള്ള ക്രിസ്തു. നമുക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല. ഞാൻ നിങ്ങളോട് മാത്രമല്ല പറയുന്നത്, ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കരുത്. സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിലാണ് തിരുരക്തത്തിൻ്റെ മുദ്ര പതിയുന്നത്. മറ്റാരുടെയും ജീവിതത്തിലേക്ക് നോക്കുകയല്ല. ജീവനുള്ള ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. എന്നിട്ട് വീണ്ടും കർത്താവ് എന്ത് ചെയ്തു? പിന്നെയും കർത്താവ് കുനിഞ്ഞു. നോക്കുന്നില്ല, വേറെ ഒന്നും നോക്കുന്നില്ല. ഒരു പാപിയാണെന്ന് ഓർത്തുകൊണ്ട്, ഒരു പാപിയാണെന്നുള്ള പാപബോധം കിട്ടിക്കഴിയുമ്പോൾ കർത്താവ് ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാൽ പുറമേ കർത്താവ് ഒന്നും പറയുന്നില്ല. കർത്താവ് വീണ്ടും എഴുതുകയാണ്. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു.
അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. ജോൺ ജനിച്ച കാലം മുതൽ ജോണിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഓരോന്നോരോന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കിട്ടിയത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് സുബോധം കിട്ടിയത്? എന്തുകൊണ്ടാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കർത്താവ് അതിനുള്ള കൃപ തന്നത്? എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ ആരുടെയും യോഗ്യതയാണോ? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാവങ്ങളും നിങ്ങളൊന്ന് ഉള്ളിലേക്ക് അങ്ങ് ഊളിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവർ, ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ. മറ്റാരുടെയും കാര്യം നോക്കണ്ട. കർത്താവ് ക്ഷമിച്ചു തന്ന പാവങ്ങളൊന്നും ഇപ്പോൾ ഏറ്റുപറയാനല്ല പറഞ്ഞത്. എന്നാൽ എവിടെ നിന്നാണ് നമ്മെ വെട്ടിയെടുത്തത്? എവിടെ നിന്നാണ് നമ്മെ പൊക്കിക്കൊണ്ട് വന്നത്? ഏതെല്ലാം ശാപഗ്രസ്തമായ അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു നമ്മെ വിളിച്ചോണ്ട് വന്നത്? ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, വലിയൊരു തിരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തന്നു. നാം ആരും യോഗ്യതയുള്ളവരായിട്ടല്ല. നാം ആരും ഏതെങ്കിലും പാരമ്പര്യത്തിൽ പിറന്നിട്ടില്ല. ഏത് പാരമ്പര്യത്തിൽ പിറന്നാലും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാണ്ട് വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ ജീവനുള്ള ദൈവത്തിന് എന്നോട് കരുണ തോന്നി, നിങ്ങളിൽ ഓരോരുത്തരോടും കരുണ തോന്നി. നാം ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവർ. അനേകർ എത്ര ഈ കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ കൂട്ടായ്മ തുടങ്ങിയിട്ട് എത്ര വർഷമായി അനേകർ ദൈവസന്നിധിയിലേക്ക് പറന്നു പോകുന്നത് നമുക്ക് കാണാനിടയായി. ആരുടെ യോഗ്യത കൊണ്ടാണ്? ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം പ്രിയപ്പെട്ടവർ, നാം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് കർത്താവ് നമ്മെ കണ്ടു. ഇവിടെ അനേകരിക്കുന്ന ഞാൻ കാണുന്നു. ഒരു കാലത്തും നാം ഒരുമിച്ച് കൂടേണ്ടവരായിരുന്നില്ല പലരും. ഇവിടെ ഇന്നർ ഫെലോഷിപ്പിൽ 14 പേരുണ്ട്. ഞങ്ങൾ ഒരിക്കലും കൂടിച്ചേർന്ന് വരുമെന്ന് ചിന്തിച്ചതല്ല. നാം ആരെല്ലാം ആ സത്യം തിരിച്ചറിയുന്നുണ്ട്. ആരെയും വിധിക്കരുതെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓരോന്നോരോന്ന് ജീവനുള്ള ദൈവം ഇവിടെ എഴുതി പ്രദർശിപ്പിക്കുകയാണെന്നിരിക്കട്ടെ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നത് എല്ലാം ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചാൽ കരുണ തോന്നി കർത്താവ് മായ്ച്ചു കളഞ്ഞു എന്നുള്ള സത്യമാണെങ്കിലും അത് പ്രദർശിപ്പിച്ചാൽ എനിക്കിവിടെ എഴുന്നേറ്റുന്ന ഒരു അക്ഷരം പറയാൻ യോഗ്യതയുണ്ടോ? നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ചിന്ത വരും, കർത്താവേ, അവിടുത്തെ കരുണയാലാണ് ഞാൻ നിലനിൽക്കുന്നത്. ആരെയും വിധിക്കുകയില്ല, എല്ലാവരെയും കരുണയോടെ കാണും, എല്ലാവരോടും ആർദ്രതയായിരിക്കും, എല്ലാവരോടും മനസ്സിലുമായിരിക്കും. എത്ര തെറ്റ് ചെയ്ത ആളെയും ഒരിക്കലും തള്ളിക്കളയുകയല്ല. കാരണം ജീവനുള്ള ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം എല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതി വരുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ആളുടെ പേരെഴുതി താഴെ എഴുതുകയാണ്. പാപങ്ങൾ ഓരോന്നോരോന്ന് എഴുതുന്നു. എൻ്റെ ദൈവമേ, അവർ തിരിച്ച് ചിന്തിച്ച് കാണും, അയ്യോ, ഈ കല്ല് താഴെ ഇട്ട് പോയാൽ എനിക്ക് കല്ലേറ് കിട്ടുമല്ലോ എന്ന്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. മനസ്സാക്ഷിയുടെ ആക്ഷേപം. ഇത് ഓരോരുത്തരെയും കണ്ടപ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീയുമായിട്ട് തന്നെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടവരായിരിക്കും ഇവരിൽ ചിലരെങ്കിലും. മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരുമായി ഓരോരുത്തരായി വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോരുത്തരും വിട്ടുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റം വിധിക്കരുത്, ആരുടെയും തെറ്റ് കാണരുത്. സ്വന്തം ജീവിതത്തിലെ തെറ്റ് കണ്ടുപിടിക്കുന്നു, മറ്റുള്ളവരുടെ നന്മ മാത്രം കാണുന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചത്? യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, പ്രിയ ദൈവജനമേ, ജീവനുള്ള ദൈവത്തിൻ്റെ ആർദ്രത, ആ കരുണ, അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ യേശുവും ആ സ്ത്രീയും മാത്രം. പള്ളിയിലുള്ളവരോ അവർ പോയി കാണും. ആരാണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ്? അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഇങ്ങനെയൊരു കോലാഹലം നടക്കുമ്പോൾ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? കല്ലേറ് നടക്കാൻ പോവുകയാണ്, ബഹളം ഉണ്ടാവാൻ പോവുകയാണ്. അങ്ങ് ദൂരെ മാറി കുറേ പേര് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ യേശുവും ആ സ്ത്രീയും മാത്രം അവിടെ അവശേഷിച്ചു. എൻ്റെ നാഥൻ ശിക്ഷ വിധിച്ച് തള്ളിക്കളയുന്നവനല്ല. നിങ്ങൾ നിരാശപ്പെടരുത്. ഏതെല്ലാം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ, ഒരിക്കലും ഇനി യൂട്യൂബിൽ നോക്കി അരുതാത്തൊരു കാര്യം കാണുകയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുത്തിട്ട് വീണ്ടും തോറ്റവരായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കലും മദ്യമെന്ന പിശാചിനിടം കൊടുക്കുകയില്ല എന്ന് വ്യക്തമായി തീരുമാനിച്ചിട്ട് വീണ്ടും തോറ്റവരായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ഒരു അഴുക്ക് ചിന്തയ്ക്ക് ഇടം കൊടുക്കുകയില്ല, ഇനി ഞാൻ ഒരിക്കലും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് കഴിഞ്ഞ 1-ാം ഞായറാഴ്ചയും അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും വന്ന് തീരുമാനമെടുത്തിട്ട് വീണ്ടും തോറ്റവരായിട്ട് ആരെല്ലാം വന്നിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ന് കൃപായുഗമാണ്.
നമുക്കൊന്ന് പാടാം, കൈയടിച്ച് പാടാം. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങിയിരിക്കല്ലേ എന്ന്, നിങ്ങൾ മയങ്ങിയിരിക്കല്ലേ എന്ന്, നിങ്ങൾ മാന്യതയുള്ളവരാകല്ലേ എന്ന്. എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിയില്ല. ഇന്ന് കൃപായുഗമാണ്. എല്ലാം ക്ഷമിച്ചു തരുന്ന ക്രൂശിലെ സ്നേഹം, എല്ലാം പുറത്തു തരുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്യത്ഭുത സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. അത്യത്ഭുത സ്നേഹവാനായ ദൈവം, എല്ലാം ക്ഷമിക്കുന്ന ദൈവം. അതുകൊണ്ട് പാട്ടുകാരൻ വീണ്ടും പാടുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൊടുത്തോ? ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമേ എന്ന് നാം പാടി. ചിന്തിച്ചു നോക്കൂ, എല്ലാം നാം കൊടുത്തിട്ടുണ്ടോ? മുഴുവനായും എന്നെ തന്നെ വിട്ടുകൊടുക്കുക, എൻ്റെ സ്വഭാവത്തിലെ വൈകൃതങ്ങൾ വിട്ടുകൊടുക്കുക, എൻ്റെ ഹൃദയത്തിലെ അഴുക്ക് വികാരങ്ങൾ വിട്ടുകൊടുക്കുക, എല്ലാം വിട്ടുകൊടുക്കുക, എന്നെ മുഴുവനായും അങ്ങ് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടോ സ്ഥിരതയോടെ ഓടണമെങ്കിൽ എല്ലാം അങ്ങ് വിടണമെന്ന്, എല്ലാം വിട്ടുകൊടുക്കുക എന്ന്. എല്ലാം ഇപ്പോൾ വിട്ടുകൊടുക്കാൻ ആരെല്ലാം തയ്യാറായി നിൽക്കുന്നുണ്ട്. യേശു ആരെയും ശിക്ഷ വിധിക്കുന്നില്ല, യേശു ഒന്നും പറഞ്ഞില്ല. കർത്താവ് ആർദ്രതയോടെ, കരുണാസമ്പന്നനായ ദൈവം നമ്മോട് ആർദ്രതയോടെ ഇപ്പോൾ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവ് അങ്ങ് മുഖം ഉയർത്തിയിട്ട് ചോദിച്ചു, സ്ത്രീയെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ സാധുവായ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഇല്ല കർത്താവേ എന്ന്. എന്തുകൊണ്ടാണ് അവൾ പറഞ്ഞത്? യേശു കർത്താവാണെന്ന്, യേശു രക്ഷകനാണെന്ന്, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, യേശു എല്ലാം ക്ഷമിക്കുന്നവനാണെന്ന്, യേശു ഹൃദയങ്ങളെ അറിയുന്നവനാണെന്ന്, ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണെന്ന് എല്ലാം കാണുന്നവൻ്റെ മുമ്പിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രൻ്റെ മുമ്പിലാണ് വന്നു നിൽക്കുന്നത്. ഇവനാണ് സാക്ഷാൽ രക്ഷകൻ, ഇവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ടാണ് ആ സാധു സ്ത്രീ പറഞ്ഞത് ഇല്ല കർത്താവേ എന്ന്. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? ഇല്ല, എന്താണ് പറഞ്ഞത്? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക ഇനി പാപം ചെയ്യരുത്, പോക ഇനി പാപം ചെയ്യരുതെന്ന്. ബന്ധന വഴിയും കെട്ടുകൾ വഴിയും ആരാധനയെങ്കിൽ, ക്ഷീണം മാറും രോഗം മാറും ആരാധനയെങ്കിൽ. എന്താണ്? എല്ലാം മാറിപ്പോവും പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്ത് വേണം? നിങ്ങൾക്കൊരു ചിന്ത വേണം. എന്ത്? കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല, പോക ഇനി പാപം ചെയ്യുകയില്ല എന്ന്. ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം ആർക്കെല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ പാപത്തിൽ മുങ്ങിക്കുളിച്ചു വന്നു, അശുദ്ധിയിൽ മുങ്ങിക്കുളിച്ചു വന്നു, അരുതാത്ത ചിന്തയ്ക്ക് ഇടം കൊടുത്തിട്ട് വന്നു. എന്നാൽ കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. കർത്താവ് ഇപ്പോൾ ഓരോരുത്തരും മുമ്പിൽ വന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, മകനേ മകളെ, ഇനി പാപം ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാമോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇന്ന് കർത്താവ് ശിക്ഷാവിധി ഒഴിവാക്കി തരികയാണ്. നിങ്ങൾ ആ യേശുവിനെ ഒന്ന് കാണുമോ? ആ യേശുവിൻ്റെ സ്നേഹം കാണുമോ? ആ കരുണ കാണുമോ? ആ ആർദ്രത കാണുമോ? ആ മനസ്സലിവ് കാണുമോ? ആ അത്ഭുത പുണ്യ പുരുഷനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് രക്ഷകനായി സ്വീകരിക്കുമോ? വാതുക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ യേശുവിൻ്റെ
ആണിപ്പാടുള്ള കരവുമായി, അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന കരവുമായി, തലയിൽ വെക്കുവാൻ വന്നിരിക്കുന്ന കരവുമായി, തിരുരക്തത്തിന് മുദ്ര തരുവാൻ വന്നിരിക്കുന്ന കരവുമായി, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ ദൈവജനമേ, നിങ്ങൾ വ്യക്തമായി തീരുമാനിക്കുക, കർത്താവേ ഇനിയില്ല കർത്താവേ, ഇതുവരെ വന്നത് വന്നു കർത്താവേ, ഇനി പാപം ചെയ്യുകയില്ല. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട് അവർക്ക് കർത്താവ് ഉത്സവസ്ഥം തരാൻ പോവുകയാണ്, അവരുടെ മാന്യത കർത്താവ് മാറ്റാൻ പോവുകയാണ്, അവരുടെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ പോവുകയാണ്, അവർക്ക് സക്കായിക്ക് വന്നതുപോലെ മാനസാന്തരം തരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നാം ഈ ശബ്ദം ഇനി കേൾക്കുമോ അറിഞ്ഞുകൂടാ, ഇനി നമുക്ക് കേൾക്കാൻ ഇടയാകുമോ അറിഞ്ഞുകൂടാ. എന്നാൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. വ്യക്തമായി തീരുമാനിക്കൂ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ സമയം പാഴാക്കല്ലേ. യേശു വന്നിട്ടുണ്ട്, യേശു പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്, രക്ഷകൻ നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. അവന് നമ്മളോട് കരുണ തോന്നുകയാണ്. അവൻ ശിക്ഷ വിധിക്കാനല്ല വന്നത്, അവൻ രക്ഷിക്കാനാണ് വന്നത്. അവൻ ശിക്ഷ വിധിക്കുന്നില്ല. പോകാ, ഇനി പാപം ചെയ്യരുതെന്ന് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്, പഴയ വസ്ത്രം ഊരി എറിഞ്ഞ് കളയുന്നുണ്ട്, പഴയ ജീവിതത്തോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്, പഴയ 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 സ്വഭാവത്തോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്. ആരെയും നിർബന്ധിക്കുന്നില്ല, ഞങ്ങളാരെയും നിർബന്ധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിൽക്കുന്ന നിങ്ങൾ കാണൂ. മറ്റെല്ലാം നിങ്ങളങ്ങ് മറന്നേ, എല്ലാം മറക്കൂ. നിങ്ങളുടെ രോഗത്തിന്റെ കാര്യം മറക്കൂ, നിങ്ങളുടെ കടബാധ്യതയുടെ കാര്യം മറക്കൂ, നിങ്ങളുടെ ആകുല ചിന്തകൾ മറക്കൂ, മക്കളുടെ കാര്യം മറക്കൂ, മക്കളുടെ സ്വഭാവ ദൂഷ്യം മറക്കൂ, മക്കൾ നിങ്ങളെ കരുതാത്തത് മറക്കൂ, ബാങ്കിൽ ജപ്തി ചെയ്യാൻ വരുന്ന കാര്യം നിങ്ങൾ മറന്നു കളയൂ. എന്നിട്ട് യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നു. യേശു ഇപ്പോൾ പറയുകയാണ്, പോകാ, ഇനി പാപം ചെയ്യരുത് എന്ന്. ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്, ആരെല്ലാം പിശാചിനോട് യാത്ര പറയുന്നുണ്ട്, ആരെല്ലാം വഴികളോട് യാത്ര പറയുന്നുണ്ട്, അന്ധകാര ശക്തികളോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്. വ്യക്തമായി എങ്ങനെ തീരുമാനമുള്ളവര്, കർത്താവേ, ഞാൻ പാപത്തോട് യാത്ര പറയുന്നു, ഞാൻ പിശാചിനോട് യാത്ര പറയുന്നു, ഇനി എനിക്ക് പാപം വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് ആ ക്രൂശ് മതി, ക്രൂശിതന്റെ പിന്നാലെ എനിക്ക് പോയാൽ മതി. നാഥൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശു ചോദിക്കുകയാണ്, മകളെ പോകാ, മകനെ പോകാ, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത് എന്ന് അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ ശിക്ഷ കർത്താവ് മാറ്റുകയാണ്. എൻ്റെ കർത്താവ് ശിക്ഷയെ ഒഴിവാക്കി തരികയാണ്. അവരുടെ രോഗം കർത്താവ് മാറ്റും, അവരുടെ രോഗത്തിന്റെ ബന്ധന വഴിയും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ബ്ലോക്ക് എങ്ങനെ മാറുമെന്ന്. എന്നാൽ എൻ്റെ നാഥന്, എൻ്റെ സൃഷ്ടാവിന് സർവശക്തന് അസാധ്യമായി എന്ത് കാര്യമുണ്ട്? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കർത്താവേ, ഇതാ ഞങ്ങൾ വരുന്നു, എൻ്റെ നാഥ, എല്ലാവരോടും കരുണ തോന്നണമേ. അങ്ങനെ തീരുമാനമെടുത്തവർക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. അങ്ങനെ തീരുമാനമെടുത്തവര്, പാപത്തോട് യാത്ര പറയുന്നവര്, പിശാചിനോട് യാത്ര പറയുന്നവര്, നിങ്ങൾ കൂടെ പറഞ്ഞുള്ളൂ. അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവർ മാത്രം. പിശാചിനോട് ഞാനിതാ യാത്ര പറയുന്നു, പിശാചിനോട് ഞാനിതാ യാത്ര പറയുന്നു, സാത്താനോട് ഞാനിതാ യാത്ര പറയുന്നു, സാത്താനോട് ഞാനിതാ യാത്ര പറയുന്നു, പഴയ ജീവിതത്തോട് ഞാനിതാ യാത്ര പറയുന്നു, പഴയ ജീവിതത്തോട് ഞാനിതാ യാത്ര പറയുന്നു. കർത്താവേ, കർത്താവേ, എന്റെ രക്ഷക, എന്റെ രക്ഷക, എന്റെ നാഥ, എന്റെ നാഥ, എന്റെ ഉടയവനെ, എന്റെ ഉടയവനെ, എന്റെ രക്ഷകർത്താവേ, എന്റെ രക്ഷകർത്താവേ, ഞാൻ എന്റെ യേശുവിനെ, ഞാൻ എന്റെ യേശുവിനെ എന്റെ രക്ഷകനായി, എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി, എന്റെ കർത്താവായി, എന്റെ സർവസ്വവുമായി, എന്റെ സർവസ്വവുമായി ഞാനിതാ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ പാപങ്ങൾ കഴുകിത്തരണമേ, എന്റെ പാപങ്ങൾ കഴുകിത്തരണമേ. ഞാൻ ഇന്ന് വരെ ചെയ്തു പോയ, ഞാൻ ഇന്ന് വരെ ചെയ്തു പോയ, മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം തിരുരക്തത്താൽ എനിക്ക് കഴുകിത്തരണമേ, എന്നോട് മനസ്സലിയണമേ. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എന്നാൽ എന്റെ യേശു അരികിൽ വന്ന് നിൽക്കുന്നു. ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ, എന്റെയും നേരെ നീട്ടിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഉറപ്പുള്ളവര്, നിങ്ങൾ നിങ്ങളുടെ കരം യേശുവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊടുക്കൂ. യേശു കരത്തിൽ പിടിക്കട്ടെ, യേശു അത്ഭുതം പ്രവർത്തിക്കട്ടെ, യേശു രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ. യേശു കർത്താവേ, എന്റെ നാഥ, വലഞ്ഞു വന്നിരിക്കുന്നവരെ അവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളായവരുടെ മേൽ അവിടുത്തെ കരം വെക്കണമേ. തിരുരക്തത്തിന്റെ മുദ്ര കൊടുക്കണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. സ്തോത്രം.